ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും താങ്കളെ BJP ഒരു പ്രധാനപ്പെട്ട പൊസിഷൻ ആയിട്ടില്ലെങ്കിലും ക്ഷണിക്കുന്നത്. പക്ഷെ ഇപ്പൊ ക്രൈസ്തവ ന്യൂനപക്ഷം താങ്കൾ എന്നു പറഞ്ഞിട്ട് BJPക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ? മണിപ്പൂർ എന്ന വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങൾ നേരിട്ടിട്ടുള്ള വിഷയങ്ങൾ അടക്കം നിൽക്കുമ്പോൾ PC ജോർജ് എന്നുള്ളത് കൊണ്ട് ഈ ക്രൈസ്തവരൊക്കെ BJPക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ? അഭിലാഷ് പിണറായി വിജയന്റെ ADC ആകണ്ട, പിണറായി വിജയന്റെ വക്കാലത്ത് ഏക്കണ്ട. അയാളെപ്പോഴും വൃത്തികെട്ടോ പറഞ്ഞുണ്ടാക്കില്ലേ മണിപ്പൂരിലാണ് ക്രിസ്ത്യാനിയെ കൊന്നോ? അതിന് ചരിത്രം എന്നാന്ന് പറയുക. ഞാനങ്ങനെ ചുമ്മാ ഇറങ്ങി നടക്കുന്നത്, ഞാൻ നല്ല ഒന്നാം തരം ക്രിസ്ത്യാനിയാണ്. അല്ല, പിണറായി അല്ല, പാമ്പ്ലാനി പിതാവാണ് പറഞ്ഞത് വംശഹത്യാണ് നടന്നതെന്ന്. പാവങ്ങൾ അവർക്ക് പാമ്പ്ലാനി പിതാവിനോട് സംസാരിച്ചിട്ട് ഞാൻ BJP ചേരാൻ ഇവിടെ വന്നത്, അറിയാമോ? ഞാൻ ഇപ്പൊ നമ്മുടെ ബിഷപ്പന്മാർ സംസാരിക്കേണ്ട എല്ലാ മാന്യ അഭിനന്ദ പിതാക്കന്മാരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രബല ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയിൽ റോമൻ കാത്തലിക്. ഞാൻ റോമൻ കാത്തലിക്കാണ്, മനസ്സിലായോ? ഞാൻ പാലാപിതാവിനോട് പോലും അനുവാദം ചോദിച്ചു. അല്ല ചുമ്മാ അല്ലേ ഇങ്ങോട്ട് വന്നത്? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എല്ലാവരും പിതാക്കന്മാർ ഇന്നിപ്പോൾ ബാംഗ്ലൂർ സിനഡ് നടക്കുക. ബന്ധപ്പെട്ടതിന് ശേഷിയാ വന്നേ. ഇവിടെ പിണറായി വിജയൻ ഒറ്റ നോട്ടീസാണ്, എല്ലാം കൂടെ ചാടി ഇറങ്ങി. ഏത് മണിപ്പൂരിൽ ക്രിസ്ത്യാനി ഒലത്തിന്ന്. മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ പലരും തികട്ടി വരും. സോറി. എന്നാ അഭിലാഷ കേട്ടോ, കേക്ക് അഭിലാഷ, കേക്ക്. അല്ല, ഇതിനകത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അഭിലാഷ്, മണിപ്പൂർ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചർച്ചയിലിട്ട് പോകാം. നൂറ്റാണ്ടുകളായി നിൽക്കുന്ന വംശീയ കലാപമല്ലേ അത്? മോദിജിയെ പറഞ്ഞ എന്താ കാര്യം? അതുകൊണ്ട് അദ്ദേഹത്തോടുള്ളൊരു കടപ്പാട് അതെന്നും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ താങ്കൾ പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ കേരളത്തിലെ ബിഷപ്പുമാരുടെ അനുഗ്രഹാശിസ്സുകളോടെയാണ്, കേരളത്തിലെ സഭാപിതാക്കന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടെ അവരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് PC ജോർജ് BJP ചേർന്നിരിക്കുന്നത്, അല്ലേ? കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. ഞാനൊരു കാര്യം പറയട്ടോ അഭിലാഷ, PC ജോർജിനെ ചോദിക്കാൻ അറിയാമല്ലോ. ഞാൻ വളരെ സ്നേഹമായിട്ട് പറയാം അനിയനോട്, ഈ വേണ്ടാത്ത ചോദ്യം എന്നോട് ചോദിക്കണ്ട. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴി വെച്ച് തരും. റാങ്ക് പറയും, അപ്പ കേട്ടാ മതി. റാങ്ക് കാണിക്കും, അപ്പ കണ്ടാ മതി. അത് കാണേണ്ടവരൊക്കെ കണ്ട് ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അല്ല ഞാൻ എൻ്റെ ദൗര്യം വലിയതല്ല. എന്നാൽ ഇച്ചോടെ കടത്തി കേട്ടോ. NSSന്റെ അഭിനന്ദനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നേരെ അറിയുമോ? മണിച്ചേട്ടനെ മധുരമ അറിഞ്ഞിരിക്കണം കേട്ടോ. മണിച്ചേട്ടൻ്റെ ഓഫീസിൽ ഞാൻ ചെന്ന ഓഫീസിൽ പോയി മണിച്ചേട്ടൻ്റെ അനുഗ്രഹം മേടിച്ചോണ്ടാ വന്നു. ഞാൻ അറിയാമോ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. NSS ജനറൽ സെക്രട്ടറി മണിച്ചേട്ടൻ്റെ അനുഗ്രഹം എന്നെ തല കൈവച്ച് അനുഗ്രഹിച്ചാണ് വിട്ടത്, മനസ്സിലായോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും അല്ല ഞാൻ കാണിച്ചു തരാൻ പണി. ഞാൻ നന്നായി കാണിച്ചു തരാം. നീ സഭാപിതാക്കന്മാരുടെ പിന്തുണയോടുകൂടിയാണ് BJP ചേർന്നിരിക്കുന്നതെന്നാണോ? തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. താങ്ക്സ് മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.